മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഘർഷം പുകയുകയാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 ദശലക്ഷം പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഈ പ്രതിഫലം പ്രഖ്യാപിച്ചത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാമിലൂടെയാണ് ഈ പരസ്യ അഭ്യർത്ഥന. അന്തരിച്ച മുൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനേയിയുടെ മകനായ മുജ്തബ ഖമനേയി ഉൾപ്പെടെയുള്ളവരെ ഭീകര നേതാക്കളെന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $10 ദശലക്ഷം വരെയുള്ള പ്രതിഫലത്തിന് പുറമെ ആവശ്യമായി വന്നാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി മാറുന്നതിനുള്ള പുനരധിവാസ സഹായത്തിനും അർഹതയുണ്ടായിരിക്കുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിവിധ വിഭാഗങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ഈ വ്യക്തികളാണെന്ന് US പുറത്തിറക്കിയ പോസ്റ്ററിൽ പറയുന്നു. മുജ്തബ ഖമനേയി കൂടാതെ മറ്റ് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെക്കുറിച്ചും അമേരിക്ക വിവരങ്ങൾ തേടുന്നുണ്ട്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹെജാസി, മേജർ ജനറൽ യഹ്യ റഹീം സഫാവി, ആഭ്യന്തരമന്ത്രി ബ്രിഗേഡിയർ ജനറൽ എസ്കന്ദർ മൊമൈനി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി എന്നിവരാണ് ഈ പട്ടികയിലുള്ള പ്രമുഖർ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിവിധ ശാഖകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നേതൃത്വ ഘടനയിലെ പ്രധാനികളായാണ് ഇവരെ വാഷിംഗ്ടൺ കണക്കാക്കുന്നത്. IRGC അന്താരാഷ്ട്ര തലത്തിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും അമേരിക്ക ആരോപിക്കുന്നു. ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് നടത്തുന്ന റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം വഴി വിവരങ്ങൾ കൈമാറാൻ താൽപര്യമുള്ളവർക്ക് എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ ടോർ നെറ്റ്വർക്കിലെ സുരക്ഷിത ചാനലുകൾ വഴിയോ ബന്ധപ്പെടാം. IRGC കമാൻഡർമാരെ കുറിച്ചോ മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി കൈമാറാൻ ഇതിലൂടെ സാധിക്കും. ഈ പദ്ധതി പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ തുകകളിലൊന്നാണ് $10 ദശലക്ഷം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം. IRGCയുമായി ബന്ധപ്പെട്ട ഇറാന്റെ സുരക്ഷ രഹസ്യാന്വേഷണ ശൃംഖലകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് US ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ പ്രഖ്യാപനം മേഖലയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇറാന്റെ സൈനിക ശേഷിയെയും രഹസ്യ നീക്കങ്ങളെയും തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരമൊരു പരസ്യ നീക്കം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിക്ക് പരിക്കേറ്റതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും അവകാശപ്പെട്ടിരുന്നു. ഇറാനിയൻ നേതൃത്വം ഒളിച്ചിരിക്കുകയാണെന്നും സൈനിക ജനറൽ ഡാൻ കെയ്നുമൊത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇറാന് നേരെ ഏറ്റവും വലിയ ആക്രമണമായിരിക്കും നടക്കുകയെന്ന് ഡാൻ കെയ്ൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ പോരാട്ട ശക്തിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ പ്രതിരോധ വ്യവസായിക ശേഷിയാണ് US ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ 15,000-ലധികം ലക്ഷ്യങ്ങൾ സംയുക്ത സേന ആക്രമിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അവരുടെ മിസൈലുകളും മിസൈൽ ലോഞ്ചറുകളും തകർത്തു. ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശക്തി 90%-ലധികം കുറഞ്ഞുവെന്നും ഹെഗ്സത്ത് പറഞ്ഞു. എന്നാൽ ഇറാൻ ഇപ്പോഴും സൗഹൃദ സേനയെയും വാണിജ്യ കപ്പലുകളെയും ആക്രമിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ജനറൽ കെയ്ൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.